പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കോടതി കയറിയ 3 കേസുമായി ബന്ധപ്പെട്ടും ഗണേഷ് കുമാർ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ആ പ്രതികരണങ്ങൾ നടത്തിയതിൽ ഏറ്റവും അധികം ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് മന്ത്രി ഗണേഷ് കുമാർ തന്നെയാണെന്ന് വേണം പറയേണ്ടത്. കാരണം ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ വീണ്ടും ഒരു ഗുരുതര ആരോപണം ഉയർന്നിരിക്കുന്നു. അതും സ്വന്തം ഭാര്യ തന്നെയാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് തൻ്റെ ഭർത്താവിനെ കാണാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ താൻ കണ്ടു. അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഫോൺ ക്യാമറയിലൂടെ ഒപ്പിയെടുത്തു. അതിനുശേഷം തന്നെ ഭീഷണിപ്പെടുത്താനായി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ചില ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ശ്രമം നടത്തുന്നു എന്നതാണ് ആരോപണം. ഏറെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയം. ഭാര്യയുടെ മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ ഗണേഷിൻ്റെ അനുയായികൾ ശ്രമിച്ചെന്നും പോലീസിനെ വിളിച്ചു വരുത്തിയെങ്കിൽ പോലും സംഭവത്തിൽ ഇടപെടാതെ പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായി എന്നുകൂടിയാണ് പറയുന്നത്. സംഭവം കൊട്ടാരക്കര വാളകത്തുള്ള ഗണേഷ് കുമാറിൻ്റെ കുടുംബ വീട്ടിലാണ്. ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് മന്ത്രിയെ ഭാര്യ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു. ഉടനടി ദൃശ്യങ്ങൾ പകർത്തി. തുടർന്ന് ഭാര്യ പോലീസിൽ സഹായം തേടിയെങ്കിൽ പോലും പോലീസിന് ഇടപെടാൻ പോലും കഴിയാതെ പിൻവാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നത്. ഈ വിഷയത്തിൽ മന്ത്രി ഗണേഷ് കുമാറിനെ ശക്തമായി തന്നെ വിമർശിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള MJ യദുകൃഷ്ണൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. ഇപ്പോൾ ഏറെ വൈറലായി ആ പോസ്റ്റ് പ്രചരിക്കുകയാണ്. മന്ത്രിയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം അതിങ്ങനെയാണ്. എവിടെ നിന്നോ കിട്ടിയ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ പേരിൽ ഒരു MLA-ക്കെതിരെ വാർത്ത നൽകിയ മാധ്യമങ്ങളും കേസെടുത്ത പോലീസും ഇതൊന്നും കണ്ടതായി ഭാവിക്കുന്നില്ലല്ലോ. 1. സംസ്ഥാന മന്ത്രി KV ഗണേഷ് കുമാർ വാളകത്തെ കീഴൂട്ട് വീട്ടിൽ വ്യഭിചാരം നടത്തിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? 2. ഭാര്യ അവിഹിതം കയ്യോടെ പൊക്കിയത് അറിഞ്ഞില്ലേ? ഭാര്യ സ്വന്തം മൊബൈലിൽ തെളിവുകൾ ശേഖരിച്ചത് അറിഞ്ഞില്ലേ? ഭാര്യയുടെ മൊബൈൽ മന്ത്രി കൈക്കലാക്കാൻ ശ്രമിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഭാര്യയെ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം പേഴ്സണൽ സ്റ്റാഫ് മർദ്ദിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഭാര്യ പോലീസിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ പരാതി നൽകിയത് നിങ്ങൾ മുക്കിയില്ലേ? കീഴൂട്ട് വീട്ടിലെത്തിയ പോലീസിനെ മന്ത്രി ഭാര്യ അവിഹിതത്തിൻ്റെ തെളിവുകൾ നൽകിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? മന്ത്രി ഭാര്യയ്ക്ക് പരിക്കേറ്റിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാത്തതെന്തേ? 112-ൽ നൽകിയ പരാതിയുടെ അവസ്ഥ എന്തായെന്ന് ആരെങ്കിലും തിരക്കിയോ? ചുരുക്കത്തിൽ ഒരു മന്ത്രി സ്വന്തം വീട്ടിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഭാര്യ കൈയോടെ പൊക്കിയിട്ട് പോലീസിൽ പരാതി നൽകിയിട്ട് ഭാര്യയെ കയ്യേറ്റം ചെയ്തിട്ട് ഈ നാട്ടിൽ ഒരു നടപടിയുമില്ലേ? ഇതെന്ത് നീതി? ഞാൻ വളച്ചുകെട്ടില്ലാതെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് തെറ്റെങ്കിൽ മന്ത്രി എനിക്കെതിരെ കേസ് എടുപ്പിക്കട്ടെ, വെല്ലുവിളിയായി കരുതിയാലും ബുദ്ധിമുട്ടില്ല എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് എന്താണ് യാഥാർത്ഥ്യം, എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ള ചോദ്യം ഉയരുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും ഇതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ പങ്കുവച്ചു. അതിനുശേഷം മാധ്യമപ്രവർത്തകർക്ക് ചില സൂചനകൾ നൽകിയിരുന്നു. മന്ത്രിയുടെ പേര് എടുത്തു പറയാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്. താൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതെന്നും ഈ വിഷയത്തിൽ പലതും മാധ്യമപ്രവർത്തകർക്ക് തന്നെ അറിയാമെന്നും താൻ അതുകൊണ്ട് അഭിപ്രായം പറയാനില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഇത്തരം വിഷയങ്ങളിൽ സർക്കാരിൻ്റെ നിലപാടിൽ ജനങ്ങൾക്ക് സംശയം ഉണ്ടാകില്ല എന്നാണ് രാഹുൽ ചോദിച്ചത്. ഇത്തരം വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിക്കേണ്ട സമീപനങ്ങളിൽ ഇരട്ടത്താപ്പുണ്ടോ, രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ മറുപടി പറയേണ്ടത് സർക്കാരാണ്. കഴിഞ്ഞ ദിവസം ഇതല്ലേ അധപതനമെന്ന തലക്കെട്ടോടെയായിരുന്നു മന്ത്രി KV ഗണേഷ് കുമാറിൻ്റെ പ്രസംഗത്തിൽ നിന്നുള്ള ചില പ്രസക്ത ഭാഗങ്ങൾ, അതും രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കുന്ന ചില ഭാഗങ്ങൾ രാഹുൽ തന്നെ പങ്കുവച്ചത്. അധപതനമല്ലാതെ എന്തു പറയാൻ? അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയണമെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. അങ്ങനെ 19 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആയിരുന്നു പങ്കുവച്ചത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്ന ഘട്ടത്തിൽ ഗണേഷ് കുമാർ നടത്തിയ ഒരു പ്രസംഗം, അതിൻ്റെ ഭാഗം കൂടിയാണിത്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ ശേഷം തിങ്കളാഴ്ചയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം രാഹുൽ തൻ്റെ നിയോജക മണ്ഡലമായ പാലക്കാട് വീണ്ടും കാലുകുത്തിയത്. താൻ ഇനിയും പാലക്കാട് ഉണ്ടാകുമെന്നും MLA എന്ന രീതിയിൽ വീഴ്ചയൊന്നും ഇതുവരെ വരുത്തിയിട്ടില്ല എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഈ ഘട്ടത്തിൽ കൂടിയാണ് മന്ത്രി ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള ആരോപണത്തിൽ കൂടി മറുപടി പറഞ്ഞിരിക്കുന്നത്. ഗണേഷ് കുമാറിനെ ഭാര്യ കാണാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ കണ്ടെന്നും തുടർന്ന് മന്ത്രിയുടെ അനുയായികൾ ഭാര്യയെ തടഞ്ഞുവെച്ചെന്നും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുൽ ഈ വീഡിയോ പങ്കുവച്ചത്. എന്നാൽ മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചെങ്കിൽ പോലും മന്ത്രിയുടെ പേരെടുത്ത് പ്രതികരിക്കാനായി രാഹുൽ തയ്യാറായിട്ടില്ല. ഈ സംഭവം നടക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു. വാളകത്തെ കുടുംബ വീട്ടിൽ മുന്നറിയിപ്പില്ലാതെ ഭാര്യ വീട്ടിലേക്ക് എത്തി. ഗണേഷിനെ കാണാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് കാണുകയായിരുന്നു. ഉടൻ തന്നെ മുൻ DGP-യും അതുപോലെ ശാസ്ത്രമംഗലം കൗൺസിലറുമായിട്ടുള്ള R. ശ്രീലേഖയുടെ ഭർത്താവിൻ്റെ സഹോദരി കൂടിയായ ഭാര്യ ഉടനെ അവരെ തന്നെ ബന്ധപ്പെട്ടു. നടന്ന കാര്യങ്ങളെക്കുറിച്ച് ശ്രീലേഖയോട് വിവരിച്ചു. ഉടൻ തന്നെ
സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള 112 ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രീലേഖ ഉപദേശിച്ചു. സഹായം ഉറപ്പായും കിട്ടുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ 112 നമ്പറിൽ ഗണേഷ് കുമാറിൻ്റെ ഭാര്യയുടെ നമ്പർ എത്തി. താൻ ആരാണെന്നും എന്താണ് സംഭവിച്ചതെന്നും ഇതിൻ്റെ ഗുരുതരാവസ്ഥയും ഒക്കെ തന്നെ പോലീസിനെ ബോധിപ്പിച്ചു. താമസിയാതെ തന്നെ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. പക്ഷേ കാര്യം പറഞ്ഞപ്പോൾ ഇതിൽ ഇടപെടാതെ പിൻവാങ്ങുകയായിരുന്നു. വീട്ടിൽ തിരിച്ചു കയറിയവർ വീണ്ടും ഫോട്ടോ എടുത്തു. ഭാര്യയിൽ നിന്ന് മൊബൈൽ കൈക്കലാക്കാനായി സഹായികളായിട്ടുള്ള പ്രദീപിനോടും ശാന്തനോടും മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയെന്നാണ് മാധ്യമവാർത്തകളിൽ വരുന്ന ആരോപണം. ഇതനുസരിച്ച് വാതിൽ കുറ്റിയിട്ട് സഹായികൾ അവരിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിച്ചു. പക്ഷേ അവർ വിട്ടുകൊടുത്തില്ല. അതിനിടയിൽ പോലീസിൻ്റെ സഹായത്തിനായി ഉച്ചത്തിൽ കരഞ്ഞപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. പിടിവലികൾക്കിടയിൽ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ഭാര്യ പുറത്ത് പോലീസ് സംഘത്തെ കാണാതിരുന്നതിനാൽ താൻ വന്നൊരു ടാക്സി കയറി ഉടനെ തന്നെ തിരിച്ചു പോവുകയായിരുന്നു. പ്രമുഖ മാധ്യമമായ മാതൃഭൂമി ബന്ധപ്പെടാനായി ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ വാർത്ത ഇതുവരെയും നിഷേധിച്ചിട്ടില്ല. എന്നാൽ അത് സ്ഥിരീകരിക്കാനും തയ്യാറായിട്ടില്ല. മുൻ DGP R ശ്രീലേഖയുമായി ബന്ധപ്പെട്ടപ്പോഴാകട്ടെ ഇതെല്ലാം ശരിയാണെന്ന് അവർ പറയുകയും ചെയ്തു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ സംഭവിച്ച കാര്യങ്ങൾ കൃത്യമായി തന്നെ ശ്രീലേഖ വിവരിച്ചു. ഉടൻ തന്നെ താൻ തന്നെയായിരുന്നു പോലീസിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാനായി ആവശ്യപ്പെട്ടത്. കൗൺസിലർ എന്ന നിലയ്ക്കോ BJP നേതാവെന്ന നിലയ്ക്കോ അല്ല, മറിച്ച് ഭർത്താവിൻ്റെ സഹോദരി എന്ന നിലയ്ക്കായിരുന്നു ഈ വിഷയത്തിൽ ഇടപെടാൻ താൻ ശ്രമിച്ചതെന്നും താൻ അതിൽ സംസാരിച്ചതെന്നുമാണ് പറയുന്നത്. എന്നാൽ ഈ സാഹചര്യങ്ങൾക്കിടയിൽ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി മന്ത്രി തന്നെ രംഗത്തെത്തി. മന്ത്രി പറയുന്നത് പ്രണയമെന്നത് ഒരു കുറ്റമല്ലെന്നും പ്രണയം എല്ലാവർക്കും ഉണ്ടെന്നും ഇനിയും അത് തുടരുമെന്നു കൂടിയാണ് ഗതാഗത വകുപ്പ് മന്ത്രിയായ KB ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറയുന്നത്. തനിക്കെതിരായ ആരോപണം ശരിയാണെങ്കിലും അല്ലെങ്കിലും അത് വ്യക്തിപരമായ കാര്യമാണ്. ഇതൊന്നും കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്നാണ് മന്ത്രി പറയുന്നത്. താൻ ഒരു മികച്ച പൊതുപ്രവർത്തകനാണ്, അഴിമതി ചെയ്തിട്ടില്ല. പത്തനാപുരത്തുകാർ ഇത് വിശ്വസിക്കുന്നില്ലെന്നും തൻ്റെ എക്സ്റേ എന്താണെന്നുള്ളത് അവർക്കറിയാമെന്നുമാണ് മന്ത്രി പറയുന്നത്. വീട്ടിലെ കാര്യം പറയണ്ട എന്ന് കരുതിയാണെന്നും പക്ഷേ തനിക്ക് ഒന്നും മറയ്ക്കാനില്ലെന്നും പറഞ്ഞ മന്ത്രി വീട്ടിനുള്ളിൽ തന്നെ ശത്രുക്കളുണ്ടെന്നാണ് ആരോപിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് തന്നെ നടത്തിവരുന്ന ചില രാഷ്ട്രീയ മുതലെടുപ്പായി ഇതിനെ നോക്കിക്കാണാം. ഇതൊന്നും മുമ്പും ഇത്തരത്തിലൊന്നും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നും എന്നാൽ അതൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്നാണ് മന്ത്രി ഗണേഷ് കുമാർ ചോദിക്കുന്നത്. തൻ്റെ വ്യക്തിജീവിതത്തിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ല. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ തൻ്റെ ഭൂരിപക്ഷം കൂട്ടുമെന്നാണ് മന്ത്രി പറയുന്നത്. വട്ടുമൂത്താൽ ആരും പരാതിപ്പെടുമെന്നാണ് മന്ത്രിയുടെ വാദം. എനിക്കും വേണമെങ്കിൽ പരാതിപ്പെടാം. മേയർ സ്ഥാനം കിട്ടാത്തതിൻ്റെ കൊതിക്കറുവാണ് ശ്രീലേഖ ഇപ്പോൾ തന്നോട് തീർക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത്. മാധവിക്കുട്ടിയും ജവഹർലാൽ നെഹ്റുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ഒക്കെ തന്നെ പ്രണയിച്ചിട്ടുണ്ട്. പിന്നെ തനിക്ക് പ്രണയിച്ചുകൂടെ എന്നാണ് ഗണേഷ് കുമാർ ചോദിക്കുന്നത്. ഗണേഷ് കുമാറിന് 1 അല്ല 5000 പ്രണയമുണ്ടെന്നും വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്.